ശരീരത്തിൽ നിറം വരാൻ പണ്ടുള്ള രീതികളായിരുന്നു. നല്ല മാമ്പഴം എടുത്ത് അത് നല്ല വൃത്തിയായിട്ട് പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് ശരീരത്തിന് നിറം വരാനും വളരെ ഒരു ആഗ്രഹശക്തി ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്നു. നല്ല മാമ്പഴമായിരിക്കണം, നാടൻ മാമ്പഴമായിരിക്കണം, വിഷമില്ലാത്ത മാമ്പഴമായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇന്ന് കിട്ടുന്ന മാമ്പഴമോ പഴങ്ങളോ എല്ലാം വിഷം ചേർത്തതാണ്. അങ്ങനെ വിഷം ചേർക്കുന്നതിൻ്റെ പേരിലാണ് രോഗം ഇന്നിവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ രോഗമില്ലാതെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് എടുക്കണമെങ്കിൽ വിഷമില്ലാത്തതും പാർശ്വഫലങ്ങളില്ലാത്തതും ദോഷം ചെയ്യാത്തതുമായിരിക്കണം. നമ്മുടെ നാടിനും ഗുണം ചെയ്യണം, ജനങ്ങൾക്കും ദോഷമില്ലാതെ എന്തിരിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ ക്യാരറ്റ്, നമ്മുടെ കടകളിൽ നിന്ന് ക്യാരറ്റിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. പണ്ട് ക്യാരറ്റ് നടുവായിരുന്നു എല്ലാം. ആ മേഖലയിൽ നട്ട് വളർത്തി ഊട്ടി, കുന്നൂർ, മേട്ടുപ്പാളയം ആ സൈഡിലും മൈസൂർ മേഖലയിലും കർണാടക സ്റ്റേറ്റിലുമൊക്കെ ധാരാളം ഈ ഇത് വളർത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ക്യാരറ്റിനകത്ത് ചേർക്കുന്നത്, അതായത് ചെറുനാരങ്ങ നീരിനകത്ത് തേനും ചേർത്ത് ഇത് സ്ഥിരമായി പതിവായി കഴിച്ചാൽ കളർ വരും, ശരീരത്തിന് നല്ല ദേഹകാന്തി ഉണ്ടാവും. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ കഴിയുന്നതും വിഷമില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. അതായത് കഫം കൂടിയിട്ട് ചുമയുണ്ടാകും. ചുമ കൂടിയിട്ട് അത് ക്ഷയമായിട്ട് മാറുന്നു. ചുമ കൂടുതലായി വന്നു കഴിയുമ്പം അങ്ങനെയുള്ളവർക്ക് അത്തിപ്പഴം സ്ഥിരം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത്തിപ്പഴവും ഈ പറഞ്ഞ മാതിരി വിഷം ചേരാത്ത അത്തിപ്പഴമാണ്. അത്യുത്തമം അനുഭവം കാണുക. പിന്നെ ചുമയിൽ മറ്റൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന തുമ്പച്ചെടി വെളുത്ത പൂവുണ്ടാകുന്നത്, ഓണകാലത്ത് അതിൻ്റെ പൂവെല്ലാം അന്ന് വീടുകളിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇടാറുണ്ട്. അത് ഓണത്തിന് വേണ്ടി. അപ്പം ഈ തുമ്പയുടെ ചെടി, ഇത് ഇല, അതായത് തുമ്പക്കുളം നോക്കുന്നത് അതിനകത്ത് മിന്നാമിനുങ്ങ് മുട്ടയിടും. അതില്ലാത്തത് നോക്കിയെടുക്കണം. എടുത്ത് കൊണ്ടുവന്ന് നല്ല രീതി ചതച്ചിട്ട് ആ നീരിനകത്ത് കുരുമുളകും കൽക്കണ്ടവും ചേർത്ത് സ്ഥിരമായി കഴിച്ചാൽ ക്ഷയം, കാസം എന്ന രോഗം ശമിക്കും. ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം, ദോഷമില്ല. സന്ധിവാതം എന്ന് അറിയപ്പെടുന്ന സന്ധികളിലുണ്ടാകുന്ന നീരുകൾ ഇതൊക്കെ മരുന്ന് വെച്ചിട്ട് അവരാണ് കണ്ണിന് മൂടി വരുന്നത്. സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ മുരിങ്ങ, ഏറ്റവും നല്ലത് മലമുരിങ്ങയാണ്. അതിൻ്റെ നീരെടുത്ത് നല്ല വൃത്തിയായിട്ട് കളിരില കൊണ്ടുവന്ന് കല്ലേ വെച്ച് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ ഉപ്പ് കൂട്ടണം. ഉപ്പ് ഇപ്പോഴത്തെ പാക്കറ്റ് ഉപ്പാകരുത്. നല്ല നാടൻ കല്ലുപ്പ് ചേർത്ത് അരച്ച് സന്ധികളിൽ പുരട്ടിയാൽ സന്ധി വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. അതിൻ്റെ കൂടെ തന്നെ സാധിക്കുമെന്നുണ്ടെങ്കിൽ
കരിങ്കുറിഞ്ഞി, ദേവദാരം, ചുക്ക് ഇട്ട് വെള്ളം ധാരാളം കുടിക്കുക, പച്ചവെള്ളത്തിന് പകരം. ഇതിൽ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ അല്പം പഥ്യം നോക്കുന്നത്, പരിപ്പ്, വൻപയർ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, വായു ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്, ദോഷമില്ല. സന്ധികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നീരും വേദനയും ഉണ്ടാകുമ്പോൾ മല്ലിപ്പൊടി നമ്മൾ നല്ലെണ്ണയിൽ ചാലിക്കണം. മല്ലിപ്പൊടി, അതായത് മല്ലിപ്പൊടി എന്ന് പറയുന്നത് കടകളിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി നല്ലതല്ല. ഈ മരുന്നിന് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ടിടിച്ച് പൊടിക്കുന്ന മരുന്നുകളായിരിക്കണം. മെഷീനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റി പോയി. അതുകൊണ്ട് അത് മല്ലിപ്പൊടി നല്ല വൃത്തിയായിട്ട് കൈകൊണ്ടിടിച്ച് പൊടിച്ച് നല്ലെണ്ണയിൽ ചാലിക്കുക. നല്ലെണ്ണയിൽ ചാലിച്ച് സന്ധികളിൽ പുരട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ സന്ധിയിലുള്ള നീര്, സന്ധിവേദന മാറുന്നതാണ്. ആർക്കും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നല്ലെണ്ണയെ ചൂടാക്കുക. നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഈ ഇതും കൂടെ കിഴിമാരി തുണിക്കകത്ത് വെച്ച് കെട്ടി അത് ഒത്തനം കൊടുത്താലും അതിനും വീണ്ടും ഈ സന്ധിവേദന മാറിക്കിട്ടും. പണ്ട് കാലത്ത് അന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ തലേ ദിവസം രാത്രിയിൽ ഉഴുന്ന് വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് അതിന് ചെറിയ മുള വരുന്നത് നല്ലതാണ്, മുളപ്പിച്ച് കഴിക്കുന്നത്. അത് ഉഴുന്നായാലും ശരി, ചെറുപയറായാലും ശരി, കടലയായാലും ശരി, ഇങ്ങനെയുള്ള മുതിര, ഉലുവ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെള്ളത്തിലിട്ട് മുളപ്പിച്ച് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ കൗണ്ടിങ് വർദ്ധിക്കും. വേറെ സൈഡ് എഫക്റ്റോ ദോഷമോ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ധാരാളം പേർക്ക് പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് കൗണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. അതായത് ചെയ്യുന്നത് നമ്മൾ വളരെ ഇതായിട്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ആഹാരമേ കഴിക്കാവുള്ളൂ. അത് നിർബന്ധമാണ്. നിങ്ങൾ നാടൻ കോഴിമുട്ട കഴിക്കാം. അതേസമയത്ത് വരമുട്ടയും വരവത്തിയും കഴിച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ ഒരു ഗുണവും കിട്ടിയല്ല. കാരണം അത് വളരെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു നമ്മുടെ ശരീരത്തിലെ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് പ്രകൃതിയായിട്ട് ബന്ധമുള്ള ആഹാരം കഴിക്കുക. ഈ സാധാരണ രീതിയിലുണ്ടാകുന്ന ശ്വാസം മുട്ടൽ, ആസ്മ, ഈ രോഗങ്ങൾക്ക് കസ്തൂരി ഗുളിക കരിക്കും വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാൽ നല്ല ശമനം കിട്ടും. അതുപോലെ തന്നെ ആസ്മ രോഗത്തിന് ആടലോടത്തിൻ്റെ വേരും ചുമന്നുള്ളിയും ചുക്കും കഷായം വെച്ച് കഴിച്ചാൽ ആശ്വാസം ലഭിക്കും. ഈ പറയുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ല തേൻ വീടുകളിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തേൻ എന്ന് പറയുന്ന ഒരു വസ്തു ഒരു പ്രത്യേക ഔഷധവുമാണ്. തേനായിരിക്കണം. അങ്ങനെ വീടുകളിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ ചുക്ക്, കുരുമുളക്, തേന്, തുളസി നട്ടുവളർത്തുക. സ്ഥിരമായിട്ട് ആയുർവേദത്തിൽ എന്തിനാണെങ്കിലും തുളസി കാണും, ചുക്ക് കാണും, കുരുമുളക് കാണും. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ സൂക്ഷിക്കണം. തേന് എപ്പോഴും വീട്ടിൽ ആവശ്യമാണ്. തേൻ കൂട്ടി പല മരുന്നുകൾ കഴിക്കുമ്പോൾ, അതായത് മരിക്കാൻ കിടക്കുന്ന വ്യക്തികൾ വരെ ആ സമയത്ത് 5 മിനിറ്റോ 2 മിനിറ്റോ സംസാരിക്കാനുള്ള സമയം കിട്ടുന്ന ഒരു സാധനമാണ് ഈ തേന്. നിസ്സാരമായിട്ട് തേനെ കാണരുത്. വളരെ നല്ലതും ഗുണമുള്ളതും എല്ലാവരും വീടുകളിൽ സൂക്ഷിക്കുക.